ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി എഴുതണ്ട കേട്ടല്ലോ. ഞാൻ അതിന് ആരുടെ നോക്കി എഴുതാനാ? എന്റെ ക്ലാസ്സിലുള്ളവരൊക്കെ അപ്പുറത്തെ ക്ലാസ്സിലല്ലേ ഇരിക്കുന്നത്, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഈ ഒരു ക്ലാസ്സിൽ. പിന്നെ ഞാൻ ആരുടെ നോക്കി എഴുതാനാ? അവരെല്ലാരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും ചോദിച്ചും ഒക്കെ എഴുതുന്നുണ്ടാവും. അമൃതയും കണ്ണാപ്പിയും ഒക്കെ ഇപ്പൊ പിങ്കീട് നോക്കി എഴുതി പാസ്സാവും. ഞാൻ മാത്രം ഒന്നും എഴുതാതെ ഇങ്ങനെ വായി നോക്കിയിരിക്കും. ആ കണ്ണാപ്പി എങ്ങനെ ഈ ക്ലാസ്സിലാക്കിയിട്ട് എന്നെ പിടിച്ച് അപ്പുറത്തെ ക്ലാസ്സിൽ ഇരുത്തി കൂടായിരുന്നോ? സിലബസിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോന്ന് പോലും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലേ. ആ പിങ്കി ഈ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റിയേനെ. അയ്യോ ദേ ഇവരൊക്കെ കോപ്പി അടിച്ചെഴുതുവാ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ. ആരും തിരികെ മറിയുകയോ ഒന്നും വേണ്ട കേട്ടല്ലോ. ആ അതെ മിസ് പറയുന്നത് കേട്ടില്ലേ, ആരും തിരികെ മറിയോ ഒന്നും വേണ്ട. എനിക്കോ കോപ്പി അടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കോപ്പി അടിച്ച് എഴുതണ്ടോ. അല്ല പിന്നെ ഇനി എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അമൃതയുടെ കണ്ണാപ്പിയുടെ ലൂസിയുടെ ഒക്കെ മോത് സന്തോഷമായിരിക്കും. അയ്യോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അവർക്ക് എക്സാമിന് ഒന്നും എഴുതാൻ പറ്റല്ലേ. അവരുടെ ക്ലാസ്സിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടീച്ചർ ആയിരിക്കണേ. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും മിസ് വിടല്ലേ. സൈലൻസ്. ഈ ക്ലാസ്സിലെ ആൾക്കാരെയും കോപ്പി അടിക്കാൻ വിടല്ലേ ദേമേ.